ഖാല അവർ രണ്ടുപേരും പറഞ്ഞു, റബ്ബന ഞങ്ങളുടെ റബ്ബേ വലമേ ഞങ്ങൾ അക്രമം പ്രവർത്തിച്ചു, അംഫുസന ഞങ്ങളുടെ സ്വശരീരങ്ങളോട് ബിമാസത്തിനെ ഞങ്ങൾ പാപം ചെയ്യരുകൊണ്ട്, വൈലം തഗഫില്ലന നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ, തറഹംന നീ ഞങ്ങൾക്ക് കരുണ ചെയ്തില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ തീർച്ചയായും ഞങ്ങൾ പരാജയരുടെ കൂട്ടത്തിൽ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോവുക തന്നെ ചെയ്യും. ഖാല അള്ളാഹു പറഞ്ഞു, ഇഹ്ബിതു നിങ്ങൾ ഇറങ്ങിക്കോ, ഐ ആദം ഓ ഹവ്വ ആദമേ ഹവ്വയെ ബിമസ്തമൽത്തുഹുമാ നിങ്ങൾ എന്ന് വെച്ചാൽ ആദമോ ഹവ്വയെ നിങ്ങൾ രണ്ടുപേർ ഇറങ്ങിക്കോ, ബിമ ഒന്നോടുകൂടി, ഇസ്തമൽത്തുമ നിങ്ങൾ രണ്ടുപേരും ഉൾക്കൊണ്ടിട്ടുണ്ട് അലിഹി ആ ഒന്നിന്. അപ്പം നിങ്ങൾ ഏതിനാണ് ഉൾക്കൊണ്ടത്, എന്തിനാണ് ദുരിയത്തുക്കുമാ നിങ്ങൾക്ക് പിന്നീട് ഉണ്ടാകുന്ന സന്താനങ്ങളൊക്കെ നിങ്ങളുടെ മുതുകിലും ഒക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ നിങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന സന്താനങ്ങളോടൊപ്പം നിങ്ങൾ ഇറങ്ങിപ്പോയിക്കോ. ബാലുക്കും ബാലു ദുരിയ നിങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾ ചില ലിബാവിൻ മറ്റേ ചില ദുരിയത്തിന്, അതായത് ആദമോ ഹവ്വയെന്നല്ല, ആദം ബീവിയുടെയും ആദം അലൈഹി സ്വലാമിന് ഹവ്വയുടെയും മക്കൾ ചിലർക്ക് അതുവും ശത്രുവാണ്. മിൻ ദുൽമി ബഅദിഹിം ബഅദ അവരിൽ ചിലരെ ദുൽമ് ചെയ്യൽ കൊണ്ട്, ആക്രമിക്കൽ കൊണ്ട്, വലക്കും നിങ്ങൾ കൊണ്ട് ഫിലർദി ഭൂമിയിൽ മുസ്തഖറാണ്, മുസ്തഖർ മക്കാൻ ഇസ്തിഖറാർ താമസ സ്ഥലം ഭൂമിയിലുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയിക്കോ. മതാ ഉണ്ട്, മതാ എന്ന് വെച്ചാൽ തുമത്ത സുഖിക്കുന്ന ഒരു ചരക്ക്, ഇലാഹി അതായത് സുഖവാസം അല്ലെങ്കിൽ നല്ലൊരു വസിക്കാനുള്ളൊരു ഇതുണ്ട്, അവസരമുണ്ട്. ഇലാഹീൻ നിശ്ചയ സമയം വരെ, തൻഖലീഫി ആ നിശ്ചയ സമയത്തിലാണ് കഴിയുക, ആചാരിക്കും നിങ്ങളുടെ അവധികൾ. അപ്പം മരിക്കുന്നിടം വരെ നിങ്ങൾക്ക് അവിടെ കുഴപ്പമില്ലാത്ത കോലത്തിൽ കഴിയാനുള്ള മാർഗ്ഗമൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ വേണ്ട വിധത്തിലുള്ള ജീവിക്കാനുള്ള ചരക്കുണ്ട് അവിടെ. കാല എന്താ പറഞ്ഞു, ഫീഹ അവിടെ അറളി ആ ഭൂമിയിൽ, തഹിയന നിങ്ങൾ ജീവിക്കുമ്പോൾ, ഫീഹ അവിടെ വെച്ച് തമൂത്തുന നിങ്ങൾ മരിക്കുമ്പോൾ, മിൻഹ അവിടെ നിന്ന് തന്നെ തുഹ്റജൂന നിങ്ങളെ പുനർജീവിപ്പിക്കപ്പെടും, ബിൽ ബാത്തി പുനർജീവിപ്പിക്കൽ കൊണ്ട്, ബിൽ ബിനാഇ ലിൽ ഫായിലി വൽ മഫൂൽ രണ്ട് ഖിറാഅത്തുണ്ട്, ഫിഹി തുബഅസൂൻ ഉണ്ട്, തബഉസൂൻ എന്നും അല്ല തുഹ്റജൂൻ എന്നുണ്ട്, തഹ്റുജൂൻ എന്നുമുണ്ട്. യാ ബനി ആദമ ഓ ആദം സന്തതികളെ, കഥ അൻസൽന അലൈക്കും നിങ്ങളുടെ മേൽ നാം ഇറക്കി, ലിബാസൻ വസ്ത്രത്തെ ഇറക്കി, ഐ ഖലഖനാഹുലക്കും അതായത് അതിനെ നാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു, യുവാരി അത് മറയ്ക്കും, അതായത് യസ്തുർ മറയ്ക്കും, സൗആത്തിക്കും നിങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ, വരീഷ പിന്നെ വേറൊരു വസ്ത്രത്തെയും, ഇരീഷ് എന്ന് വെച്ചാൽ അലങ്കാര വസ്ത്രമാണ്, അതുമാ യുതജമ്മൽ ബിഹി അതുകൊണ്ട് ഭംഗി ഉണ്ടാക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഭംഗിയായിട്ട് കാണിക്കപ്പെടുന്നു. യത്തജമ്മൽ എന്ന് വെച്ചാൽ ഭംഗിയിൽ നടക്കുക, യുത്തജമ്മൽ ഭംഗിയിൽ നടത്തപ്പെടുന്നു, അതായത് ആരെങ്കിലുമൊക്കെ നടക്കും അത് ഉപയോഗിച്ചിട്ട്. അപ്പം അതൊരു അലങ്കാരത്തിനായി ഉപയോഗിക്കപ്പെടുന്ന വസ്ത്രമാണ്, അതാണ് രീഷ്. പിന്നെ സിയാവ് വസ്ത്രത്തിനാൽ അതിനാണ് രീഷ് എന്ന് പറയും. പിന്നെ മൂന്നാമതൊരു വസ്ത്രം പറയാം, വലിയ ബാസ് തക്വ എന്ന വസ്ത്രമാകുന്നത്, അഥവാ അൽ അമലു സ്വാലിഹ് നല്ല കർമ്മം, വസ്തുൽ ഹസ് നല്ല പെരുമാറ്റം, സുന്ത് നല്ല കോലം എന്നൊക്കെ അർത്ഥമുണ്ട്. ബിൻ നസ്ബ് ചെയ്തിട്ടാണ് ഒരു ഖിറാഅത്ത്, അത് അതുഫൻ അല ലിബാസ കഥ അൻസൽ അലൈക്കും ലിബാസ ലിബാസിനെയും ഇറക്കി, വലിബാസ തക്വ എന്ന ലിബാസിനെയും ഇറക്കി എന്നർത്ഥം വരും. ഏത് നസ്ബ് കൊടുത്ത് വായിക്കുമ്പോൾ ഈ ലിബാസ എന്ന് വായിക്കും. പക്ഷെ നമ്മുടെ ഖിറാഅത്തൊക്കെ റഫ് ആണ്, അതാണ് അവർ റഫ് കൊണ്ട് ഖിറാഅത്തുണ്ട്. അങ്ങനെ ആകുമ്പോൾ അത് മുബത്തതാണ്, ഖബർ അതിൻ്റെ ഖബറോ ഈ ജുംലത്തു ദാലിക ഖൈർ എന്ന ജുംലയാണ് അതിൻ്റെ ഖബർ. അപ്പം തഖ്വ എന്ന വസ്ത്രമാകുന്നത് ദാലിക ഖൈർ, അതാണ് ഏറ്റവും ഉത്തമം. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും എന്നല്ല പറഞ്ഞിരിക്കുന്നു. അതേ അർത്ഥം. ദാലിക മിൻ ആയാതില്ലാഹി ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ, അഥവാ ദലായിലി ഖുദ്റതിഹി അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ തെളിവുകളിൽ പെട്ടതത്രേ, ദലായിലി ഖുദ്റതിഹി ലഅല്ലഹും യദക്കറൂൻ അവർ ഉത്ബുദ്ധരാവാൻ വേണ്ടി, ഫയുമിനൂന ബിഹി അങ്ങനെ അത് ഫയുമിനൂന ഫീഹി ഫയുമിനൂന അങ്ങനെ അവർ വിശ്വാസികളാവാൻ വേണ്ടി, ഫീ അതിലുണ്ട് ഇൽത്തിഫാത്തുൻ അനിൽ ഖിതാബിൽ നിന്നും ഒന്ന് മാറലുണ്ട്. അത് ഇത്രയും നേരം നിങ്ങൾ എന്നൊക്കെ പറഞ്ഞു അല്ലേ, ഖദ് അൻസൽനാ അലൈക്കും എന്നൊക്കെ പറഞ്ഞു, പിന്നെ ലാസ്റ്റ് ലഅല്ലക്കും നിങ്ങളാവാൻ വേണ്ടി നല്ല പറഞ്ഞു, നേരെ തിരിച്ച് നിങ്ങൾ പറഞ്ഞിട്ട് അവർ എന്ന രൂപത്തിലേക്ക് മാറില്ല, അല്ലഹും എന്നായി, അവർ ഉത്ബുദ്ധരാവാൻ വേണ്ടി. അതാണ് അവിടെ ഇൽത്തിഫാത്ത് ഉണ്ട് എന്ന് പറഞ്ഞത് ഖിതാബിനെ തൊട്ട്. യാ ബനി ആദം ഓ ആദം സന്തതികളെ, ലായഫ്തിനന്നക്കും നിങ്ങളെ ഫിത്നയിൽ അകപ്പെടുത്താതിരിക്കട്ടെ, അഥവാ ലായുലില്ലനക്കും നിങ്ങളെ പിഴപ്പിക്കാതിരിക്കട്ടെ ശൈത്താൻ പിശാച്, അതായത് ലാ തത്തബിഊഹു നിങ്ങളവനെ പിൻപറ്റരുതേ എന്നാണ് അതിൻ്റെ ഉദ്ദേശം.
ഫത്തഫത്തനു, അപ്പം നിങ്ങളെന്താ ഫിത്തനയിലകപ്പെട്ടു പോകും. അല്ല ഫത്തഫത്തനു, അപ്പം നിങ്ങൾ ഫിത്തനയിലകപ്പെട്ടു പോകും. കമാ അഖ്റജ അബുവൈക്കും, നിങ്ങളുടെ മാതാപിതാക്കളെ അവൻ പുറപ്പെടുവിച്ചതുപോലെ, ഈ ഫിത്നത്തി, അവൻ്റെ ഫിത്ന ഉപയോഗിച്ചിട്ട്, മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നും, യൻസിഉ, ഏത് നിലയ്ക്ക്, യൻസിഉ ഹാലാണ്, യൻസിഉ അൻഹുമാ ലിബാസുഹുമ, ആ രണ്ടുപേരിൽ നിന്നും അവർ രണ്ടുപേരുടെ വസ്ത്രം നസ്ഇ ചെയ്യുന്നതായ നിലയ്ക്ക് അവൻ, ലിബാസഹുമ എന്നാണല്ലോ, നസ മുതാദിയാണ്. അപ്പം പിശാച് തന്നെ അവർ രണ്ടുപേരിൽ നിന്നും അവർ രണ്ടുപേരുടെ വസ്ത്രം ഊരുന്നതായ നിലയ്ക്ക്, കാരണം പിശാചിൻ്റെ കുതന്ത്രം കാരണത്താലല്ല അവരുടെ വസ്ത്രം ഒഴിഞ്ഞു പോയത്. ലിയുരിയഹുമാ സൗആത്തിഹിമ, അവർക്ക് രണ്ടുപേർക്കും പിശാച് കാണിച്ചു കൊടുക്കാൻ വേണ്ടി, സൗആത്തിഹിമ, അവർ രണ്ടുപേരുടെയും ഔറത്തിനെ അല്ലെങ്കിൽ ഗുഹ്യഭാഗത്തെ, ഇന്നഹു, അവൻ, അതായത് ശൈത്വാന, പിശാച്, യറാക്കും, അവൻ നിങ്ങളെ കാണുന്നു, ഹുവ ഖബീലുഹു, അവനും അവൻ്റെ ഖബീലും, ഖബീലെന്ന് വെച്ചാൽ ജുനൂദുഹു, അവനും അവൻ്റെ സൈന്യവും, മിൻ ഹൈസു ലാ തറൗനഹും, നിങ്ങൾ കാണാത്ത ഭാഗത്തിലൂടെ പക്ഷെ അവർ നിങ്ങളെ കാണുന്നുണ്ട്, ലിലതാഫത്തി അജ്സാദിഹിം, അവരുടെ ശരീരങ്ങളുടെ ലാഘവത്വം കാരണം, അതായത് നമ്മുടെ ഗാഢതയുടെ നേരെ ഓപ്പോസിറ്റ്, ഗ്ലാസ് സ്ഫടിക സമാനം, അതായത് ഉള്ളു കാണാൻ പറ്റുക എന്നുള്ള അർത്ഥം, അല്ലെങ്കിൽ അദ്മി അൽവാനിഹിം, അല്ലെങ്കിൽ അവരുടെ ശരീരങ്ങൾക്ക്, അല്ലെങ്കിൽ അവർക്ക് ലൗന്, നിറമില്ലാത്ത കാരണത്താലാണ്, അല്ലെങ്കിൽ ലതാഫത്ത്, ശരീരത്തിൻ്റെ ലാഘവത്വം കാരണത്താൽ. ഇന്ന ജഅൽന ശയാത്തീന, തീർച്ചയായും നാം പിശാചുക്കളാക്കിയിട്ടുണ്ട്, ഔലിയാ എന്ന് വെച്ചാൽ അഅ്വാനൻ, സഹായികളാക്കിയിട്ടുണ്ട്, വഖറ, ഖുറന, കരീൻ ജമാണ്, കരീൻ എന്ന് വെച്ചാൽ അടുത്ത മിത്രം, നമ്മൾ പറയാറുണ്ടല്ലോ, കരീൻ ആയ ജിന്നുണ്ടാവുമല്ലോ എല്ലാവർക്കും, കരീന് കൂടെ കഴിയുന്ന ജിന്ന്, അതാണ് എപ്പോഴും കൂടെയുള്ള ആൾ, അപ്പോൾ ഖുറന, കൂടെയുള്ള ആളുകളായിട്ട്. അപ്പം ശൈത്വാനെ നാം എപ്പോഴും കൂടെ കഴിയുന്ന ആളുകളാക്കി, അല്ലെങ്കിൽ എപ്പോഴും സഹായിക്കുന്ന ആളുകളാക്കി, ആർക്കുള്ള ഖുറനാവും ആർക്കുള്ള ആവാനും ആക്കി. ലില്ലദീന ലാ യുഅ്മിനൂൻ, വിശ്വസിക്കാത്ത ആളുകളുടെ കരീനാണ് ഓരോ ശൈത്താനും, അതുപോലെ തന്നെ വലിയാണ്, സഹായിയാണ്. അപ്പം പിശാചുക്കൾ അവരെ സഹായിക്കുന്നു, മീൻസ് കുറ്റമിത്രങ്ങളായിരിക്കും, അവരെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവുള്ളൂ. വൈദാ ഫഅലു ഫാഹിഷ, അവരെങ്ങാനും വല്ല ഷിഫിത്തിന്, ഈ ലില്ലദീന ലാ യുഅ്മിനൂൻ ആളുകളുണ്ടല്ലോ, അല്ലദീന ലാ യുഅ്മിനൂൻ, അവർ വല്ല ഫാഹിഷത്ത്, വൃത്തികേടും ചെയ്യുന്ന പക്ഷം, ഇതുപോലെ കശിർക്കി, ബഹുദൈവ ആരാധന പോലെ, തവാഫിഹിം ബിൽ ബൈത്തി ഉറാത്തൻ, പിന്നെ അതുപോലെ അവർ ഉറാത്തായിട്ട്, ആരിൻ്റെ ജമാണ് ഉറാത്ത്, നഗ്നരായിട്ട് അവർ പരിശുദ്ധ കഅബാലയം തവാഫ് ചെയ്യുന്നത്, അതും വൃത്തികേടല്ലേ. കാലീന, അവർ തന്നെ പറയുന്നവരായ നിലയ്ക്ക്, ലാ നതൂഫു ഫി സിയാബിൻ അസൈന, ഞങ്ങൾ എതിര് പ്രവർത്തിച്ച, അസൈന അല്ലാഹ ഫിഹ, ഞങ്ങൾ ഏതൊരു വസ്ത്രത്തിൽ വെച്ചാണ് അള്ളാഹുവിന് എതിര് പ്രവർത്തിച്ചത്, അതായത് ഏത് വസ്ത്രം ഇട്ടിട്ടാണ് ഞങ്ങൾ പാപം പ്രവർത്തിച്ചിട്ടുള്ളത്, ആ വസ്ത്രത്തിലായിട്ട് ഞങ്ങൾ തവാഫ് ചെയ്യില്ല. അപ്പം പാപം ചെയ്യുമ്പോൾ ഇട്ടിരിക്കുന്ന വസ്ത്രം, ആ വസ്ത്രം ഉപയോഗിച്ചിട്ട് തവാഫ് ചെയ്യില്ലായിരുന്നു എന്നാണ് അറബികളെ മുമ്പ് അങ്ങനെയായിരുന്നു അവരുടെ വിശ്വാസം, ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഫനുഹു അൻഹ, അവരെ നിരോധിക്കപ്പെട്ടു, അൻഹ, ആ ഒരു പ്രവർത്തനത്തിൽ നിന്ന്. ഉറാത്തായിട്ട് പരിശുദ്ധ കഅബാലയം തവാഫ് ചെയ്യാൻ പാടില്ല, അപ്പോൾ അങ്ങനെ ചെയ്യലിന് അവരെ നിരോധിക്കപ്പെട്ടു, ചെയ്യലിനെ തൊട്ട്. കാലു, അങ്ങനെ അവർ വല്ല വൃത്തികേടും ചെയ്യുന്ന പക്ഷേ അവർ പറയും, വജദന അലിഹ, ഈ ഒരു പ്രവൃത്തിയുടെ മേൽ ഞങ്ങൾ എത്തിച്ചു, ഞങ്ങൾ കണ്ടെത്തി, ആബാന, ഞങ്ങളുടെ പിതാക്കന്മാരെ. അപ്പോൾ അങ്ങനെ ഫഖത്ത് ദൈനാബിഹി, ഞങ്ങൾ അവരെ അനുധാവനം ചെയ്തതാണ്, അവർ ഞങ്ങൾക്ക് കാണിച്ചു തന്നമാർക്കാണ്, ഞങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യൂന്ന്. അള്ളാഹു അമർനവിയ, പിന്നെ ഇതും കൂടെ പറഞ്ഞു, അള്ളാഹു ഞങ്ങളോട് അതുകൊണ്ടാണ് കൽപ്പിച്ചത്, ഐതൻ, അള്ളയും അതുകൊണ്ട് തന്നെയാണ് കൽപ്പിച്ചത്. കുൽ നബിയെ, അങ്ങ് പറയണം, ലഹും, അവരോട്, ഇന്നല്ലാഹ, നിശ്ചയ അള്ളാഹു, ലാ യഅ്മുറു ബിൽ ഫഹ്ഷ, നിങ്ങൾ ചെയ്യുന്ന ഇതുപോലത്തെ ഫാഹിഷത്തായ വൃത്തികേടുകൾ അള്ളാഹു കൽപ്പിക്കുന്നില്ല. അതേപോലെ നിങ്ങൾ പറയുകയാണോ അങ്ങനെ, അലല്ലാഹി, അള്ളാഹുവിൻ്റെ മേൽ, മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ, അന്നഹു ഖാലഹു, അവനത് പറഞ്ഞെന്ന്, ഇസ്തിഫാം ഇൻകാർ, നിങ്ങളങ്ങനെ പറയുകയാണോ, പറയാൻ പാടില്ല എന്നർത്ഥം, പറയാണോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പറയാൻ പാടില്ല കേട്ടോ എന്നൊരർത്ഥം, അതാണ് ഇസ്തിഫാം ഇൻകാർ. തക്രീർ അങ്ങനെയല്ലല്ലോ, അങ്ങനെയാണ് ചോദ്യമാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ധ്വനി എന്താണ്, ആണ് എന്നർത്ഥം, അതാണ്. ഇതിപ്പം അരുത് എന്നൊരർത്ഥം, അല്ലെ ഇല്ല എന്നൊരർത്ഥം, അങ്ങനെയൊക്കെ വരുമ്പോഴാണ്. അമർ റബ്ബി ബിൽ ഖിസ്ത്, നബിയെ അങ്ങ് പറയാം, അമർ റബ്ബി, എൻ്റെ റബ്ബ് കൽപ്പിച്ചിട്ടുള്ളത്, ബിൽ ഖിസ്ത്, നീതി പുലർത്താനാണ്, അല്ല അതിൽ നീതിയാണ്, വാഖീമൂ, പിന്നെ എന്താണ് എൻ്റെ റബ്ബ് കൽപ്പിച്ചത്, നിങ്ങൾ തിരിക്കണേന്ന്, നിങ്ങൾ
നിർത്തണേ എന്ന്. മഅതൂഫുൻ അലാ മഅന ബിൽ ഖിസ്ത് എന്നതിൻ്റെ മായനയുടെ മേൽ അത്തുഫ് ചെയ്തതാണ്. അപ്പം ബിൽ ഖിസ്തി വബിൽ ഇക്കാമത്തി എന്നായിരിക്കും ശരിക്കും വരിക അർത്ഥം. അതായത് കാല അക്കസിത്തു ഇങ്ങനെ വെച്ചാൽ മതി. ബിൽ ഖിസ്തി എന്നുള്ളതിന് അക്കസിത്തു എന്ന് വെച്ചു കൊടുത്താൽ കറക്റ്റായി. കുൽ അമറ റബ്ബി എന്ത് കൽപ്പിച്ചു? അക്കസിത്തു എന്നും കൽപ്പിച്ചു, അഖീമു എന്നും കൽപ്പിച്ചു. നീതി പുലർത്തണമെന്നും അഖീമു അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഖബലഹു ഫഅഖ്ബിലൂ മുഖദ്ദറൻ എന്ന് സങ്കല്പിക്കാം. അല്ലെങ്കിൽ ഖബലഹു അതിന് മുമ്പ് ഫഖ്ബിലൂ എന്നുണ്ടാവും. ഫഖ്ബിലൂ മുഖദ്ദറ, ഒരു മുഖദ്ദറ എന്ന നിലക്ക് ഫഖ്ബിലൂ എന്നതിന് എന്ത് ചെയ്യുക? അതിൻ്റെ മുമ്പുണ്ട് എന്ന് വെക്കണം. അവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും ഫഖ്ബിലൂ എന്നത് മുഖദ്ദറ എന്ന നിലക്ക് അതിൻ്റെ മുമ്പുണ്ട് എന്ന് വെക്കണം. അപ്പം ഒന്നുകിൽ ഇങ്ങനെ അർത്ഥം വെക്കാം. കാല അഖസിത്തു വ അഖീമു എന്ന് അള്ളാഹ് പറഞ്ഞു, അള്ളാഹ് എന്നോട് കൽപ്പിച്ചു. അല്ലെങ്കിൽ ഫഖ്ബിലൂ വ അഖീമു, ഫഖ്ബിലു നിങ്ങളെന്താ മുന്നോട്ട്, ഫഖ്ബിലു നിങ്ങൾ സ്വീകരിക്കൂ, വ അഖീമു അങ്ങനെ. അമർ റബ്ബി ബിൽ ഖിസ്ത് കൊണ്ട് എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചു. ഫഅഖ്ബിലൂ അതുകൊണ്ട് തന്നെ അഖ്ബിലൂ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളത് സ്വീകരിക്കണേ. വഅഖീമു നിങ്ങളെന്ത് ചെയ്യണേ? വെക്കണേ, നിലനിർത്തണേ. വുജൂഹക്കും നിങ്ങളുടെ മുഖങ്ങളെ ലില്ലാഹി അള്ളാഹുവിന്. ആ രൂപത്തിൽ മനസ്സിലല്ലേ? ഇങ്ങനെ അർത്ഥം, എൻ്റെ റബ്ബ് എന്നോട് ഖിസ്ത് കൊണ്ട് കൽപ്പിച്ചു. ഫഖ്ബിലൂ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണേ? ഫഖ്ബിലൂ നിങ്ങൾ സ്വീകരിക്കണേ. പിന്നെ വഅഖീമു നിങ്ങൾ നിലനിർത്തണേ, വെക്കണേ. വുജൂഹക്കും നിങ്ങളുടെ മുഖങ്ങളെ എന്നൊരർത്ഥം അങ്ങനെ വെക്കാം. അപ്പം ഫഖ്ബിലൂ എന്നുള്ളത് എന്താണ്? ഒരു മുഖദ്ദറായിട്ട് അതിന് മുമ്പുണ്ട് എന്ന് വെക്കണം. ഖുർആനിലില്ലെങ്കിൽ അവർ സാങ്കല്പികമായിട്ടുണ്ട് എന്ന് വെക്കണം. നിങ്ങളുടെ മുഖങ്ങളെ നിങ്ങൾ വെക്കണേ, നിലനിർത്തണേ ലില്ലാഹി അള്ളാഹുവിന് വേണ്ടി. ഇന്ദ കുല്ലി മസ്ജിദിൻ ഏത് മസ്ജിദിൻ്റെ അടുക്കൽ വെച്ചു. അതായത് അഖ്ലിസു ലഹു നിങ്ങളുടെ മുഖങ്ങളെ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണ്? അഖ്ലിസു ലഹു സുജൂദക്കും അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാക്കണേ നിങ്ങളുടെ സുജൂദുകളെ, അവന് വേണ്ടി മാത്രം തനിപ്പിക്കണേ, ഹാലിസാക്കണേ. വദ്ഉഹു അവനോട് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കണം. അതായത് ഉബ്ദുഹു അവനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. മുഖ്ലിസീന നിങ്ങൾ തന്നെ തനിപ്പിക്കുന്നവരായ നിലക്ക് ലഹു അവന് അദ്ദീന വിശുദ്ധ ഇസ്ലാമിനെ മിന ഷിർക്കിനെ തൊട്ട് തനിപ്പിക്കുന്ന നിലക്ക് വേറൊരാൾക്കും ആരാധനകൾ കൊടുക്കാതെ അള്ളാഹ്ക്ക് മാത്രം കൊടുക്കും. കമാ ബദഅക്കും കമാ ഖലഖക്കും നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ. നിങ്ങളെ സൃഷ്ടിക്കുമ്പം അള്ളാഹ് മാത്രമല്ലായിരുന്നു, വേറെ ആരും ഇല്ലായിരുന്നല്ലോ. വലം തക്കൂനു നിങ്ങളൊന്നുമല്ലാത്തൊരവസ്ഥയിലല്ലേ നിങ്ങളെ സൃഷ്ടിച്ചല്ല. അതങ്ങോട്ടല്ല. കമാ ബദഅക്കും നിങ്ങളെ അള്ളാഹ് സൃഷ്ടിച്ചതുപോലെ തഊദൂന നിങ്ങളെ മടങ്ങും. അതായത് യുഈദുക്കും അള്ളാഹ് നിങ്ങളെ മടക്കും അഹ്യാ ജീവനുള്ള ആളുകളായിട്ട് യൗമൽ ഖിയാമ അന്ത്യദിനത്തിൽ. അപ്പം നിങ്ങൾ മരിച്ചിട്ടുണ്ടാവും, പിന്നെയും അള്ളാഹു നിങ്ങളെ സൃഷ്ടിക്കും അല്ലേ. ഫരീഖം മിൻകും നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ഫരീഖിനെ അവൻ ഹിദായത്തിലാക്കി. ഫരീഖൻ ഹക്കാലിയും വലമ വേറൊരു ഫരീഖിനെ അവൻ പിഴപ്പിച്ചു എന്നാണ് അവിടെ ഉണ്ടാവുക. എന്നിട്ട് ഹക്കാലിഹിം വലാല വേറെ ഫരീഖിൻ്റെ മേലെ ലലാലത്ത് ഉറച്ചിരിക്കുന്നു, ഹക്കായി വാസ്തവമായി കഴിഞ്ഞിരിക്കുന്നു, അതായത് പിഴക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു സംഘത്തിന് അള്ളാഹ് എന്ത് ചെയ്യും? ഹിദായത്ത് നൽകും, മറ്റേ സംഘം എന്തായാലും പിഴക്കാനുള്ളതാണ്. ഇന്നഹു മുത്തഖദു ഷയാത്തീൻ ഈ പിഴച്ച സംഘം ഉണ്ടല്ലോ, ലലാലത്തിൻ്റെ ആളുകൾ, അവർ ഇത്തഖദു ഷയാത്തീൻ അവർ പിശാചുക്കളെ ആക്കി സ്വീകരിച്ചു ഔലിയ ഉറ്റമിത്രങ്ങളായിട്ട് മിന്ദൂനില്ല അള്ളാഹിനെ കൂടാതെ അള്ളാഹ് അല്ലാത്തതായ നിലക്ക് പിശാചുക്കളെ അവർ സഹായികളായിട്ടൊക്കെ സ്വീകരിച്ചു. യഹ്സബൂൻ എന്നിട്ട് അവർ വിചാരിക്കുന്നു അന്നഹും മുഹ്തദൂൻ തങ്ങളാണ് മാർഗം സിദ്ധിച്ച ആളുകൾ, യഥാർത്ഥ മാർഗത്തിൽ ഞങ്ങളാണ് എന്ന് അവർ വിചാരിക്കുകയും ചെയ്യുന്നു.